മക്കളെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് കെട്ടിങ് പിടിക്കുക, കണ്ണിലേക്ക് നോക്കുക, ചിരിക്കുക, സംസാരിക്കുക. കുട്ടി നെഞ്ചോട് ചേർന്ന് നിന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടീനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അത് ഏത് വയസ്സ് മുതൽ തുടങ്ങണം പറഞ്ഞോ? 3 വയസ്സ്. അങ്ങനെയാകുമ്പോൾ 5 വയസ്സാകുമ്പോൾ ചെക്കന് ഉപ്പ വീട് എന്നുള്ളൊരു ബന്ധം ഉണ്ടാവോ ഇല്ലയോ? 17 വയസ്സ് വരെ അത് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. കുട്ടി എന്ത് ചെയ്യുമ്പോഴും ബാപ്പക്ക് വിഷമാവും, ഉമ്മക്ക് വിഷമാവും, എൻ്റെ വീടിന് എൻ്റെ കുടുംബത്തെ നോക്കേണ്ടത് ഞാനാണെന്നുള്ള ബോധം ഉണ്ടാവോ ഇല്ലയോ? ഇത് നിങ്ങൾ അതിനെ അടുപ്പിക്കൂല. പൈസക്ക് പൈസ ഇങ്ങനെ കൊടുക്കുക. പിന്നെ എങ്ങനെ നിങ്ങളെ നോക്കുക? പൈസ എന്തെങ്കിലും കൈവെട്ടി കളിയായിട്ടുകൾ വെട്ടു കൊണ്ട് സൂക്ഷിച്ചോ നിങ്ങൾ. അപ്പോൾ ഇന്നോട്ട് ചിരിച്ചോളല്ലോ. ഒരവസരം കൂടി ഞങ്ങൾക്ക് തരാം. എല്ലാവരും എന്നോ നോക്ക്, പൊടിച്ചിരി. ഞാൻ പറയില്ല, നിങ്ങൾക്ക് മാറിയില്ല, വരാമെന്നും അറിയില്ല. അതുകൊണ്ട് ഇന്ന് തൊട്ട് സകല മനുഷ്യന്മാരെ കാണുമ്പോൾ ചിരിക്കണം. ചിരിച്ചോളല്ലോ. സ്കൂളിൽ പോകുമ്പോൾ ടീച്ചറെ കാണും, ഉസ്താദിനെ കാണുമ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് ഉസ്താദ്, അസ്സലാമു. ശരിക്കും ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങളത് ശരിക്കും വേണ്ടതൊന്നും നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. പുഞ്ചിരിയാണ് ഏറ്റവും വലിയ ദാനമെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് നബി? നിങ്ങൾ പുഞ്ചിരിച്ചാ ആരോട്? നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. പുഞ്ചിരിയാണ് ഏറ്റവും വലിയ സക്കാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മകൾ പേരെന്തായിരുന്നു നബിയുടെ? അല്ലേ, ഫാത്തിമ. സ്വന്തം മകൾ ഫാത്തിമയാണ് തെറ്റ് ചെയ്തതെങ്കിലും ഫാത്തിമയെ വെട്ടണം എന്ന് പറഞ്ഞതാരാ? അത് ശരി, എല്ലാം നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങളെ മക്കൾ തെറ്റ് ചെയ്തെടുത്ത് ഓൻ അങ്ങനെ ചെയ്യൂല, എൻ്റെ മോനാവേ തങ്കു. ആദ്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ? നമ്മളെ മോനെ നമ്മളെ പറ്റിക്കുക. ആദ്യം തന്നെ അങ്ങ് പിടിച്ചാളണോ? നിങ്ങൾ വേണമെങ്കിൽ ഈ കുട്ടികളോട് ചോദിക്കേണ്ടതാണ്. നിങ്ങളെ മക്കളോട് നിങ്ങൾ ഇന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. അങ്ങോട്ടേരി ഉമ്മേനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുക ഐറ്റികളോട്. ഐറ്റികൾ ഒരു ഉമ്മയാണ് പൊട്ടത്തിയാടാ പൊട്ടത്തി. ഉപ്പേനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ വെറും പൊട്ടനല്ലേ എന്ന് പറയും. നോക്കിയോ, കാരണം എന്താ അറിയോ? നിങ്ങൾ ഐറ്റികളെ ഒരു തെറ്റും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഐറ്റികൾ വീണ്ടും വീണ്ടും കള്ളന്മാരാകുന്നത്. ശരിയാണോ? ഈറ്റികളെ കള്ളത്തരം പഠിപ്പിച്ചാരാ? ബാപ്പ. മഹലിൻ്റെ പിരിവ് വരുമ്പോൾ ബാപ്പ കട്ടിൻ്റെ അടിയിൽ ഒളിച്ചിക്കില്ലേ? മഹലിൻ്റെ സെക്രട്ടറിയോട് അവിടുത്തെ ചെറിയ കുട്ടി വന്നിട്ട് പറഞ്ഞത് എന്താ? ബാപ്പ ഇല്ല. 3ാം ക്ലാസ്സിലെ ചെക്കൻ നോക്കുക, മഹലിൻ്റെ സെക്രട്ടറിയോട് പറയുക ബാപ്പ കട്ടിൻ്റെ അടി കുത്തിനിട്ട് ഇല്ല, ബാപ്പ ഇല്ല. ഇരുമ്പലൊരു ഭീകരത എന്താ കുട്ടീനെ പഠിപ്പിക്കേണ്ടത്? ചൊട്ടയിലെ ശീലം. ശരി, എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നിട്ട് പറയാ ചെക്കൻ അതുവരെ നല്ലേനും പെട്ടെന്ന് ഒരു നല്ല ലൈറ്റുകൾ. ഞാനും മുഹമ്മദ് അല്ലേ സ്കൂളിൽ പോകുമ്പോൾ കുളത്ത് കുളിച്ചിട്ടേ വരിക. കുളത്ത് കുളിച്ച് ഒന്നും ഭാവിക്കാത്ത പോലെ വീട്ടിലേക്ക് വരുമ്പോൾ മുഹമ്മദിൻ്റെ പാടി എൻ്റെ അച്ഛൻ പിടി ഉണ്ടാവും. അടിയും കൊണ്ട് ഞാൻ വെച്ച അമ്മയായിട്ടുള്ള യുദ്ധമാണ്. നോക്കുമ്പോൾ അമ്മയല്ല. ഇനി കുളത്ത് പോയി കുളിച്ചിനോടോ? ഞാൻ വിട്ടുകൊടുത്തില്ല. നിങ്ങൾ കണ്ടിനാ? ഞാൻ കാണണമെന്നില്ല. എൻ്റെ കൂട്ടുകാരൻ അന്ത്രു ഇനി കുളത്ത് പോയി കുളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ത്രൂനെയാണ് വിശ്വാസം എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത്. അതിന് ശേഷം ഇല്ലേ നാല പൊളയച്ചും കിട്ടുന്നപ്പോൾ എന്തൊരു രസമെന്നറിയോ കിട്ടാൻ. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്നില്ലേ അന്ത്രൂക്കാരനെ കാണുമ്പോൾ അന്ത്രൂക്ക. കാരണം എന്താ? ഈ ചങ്ങായിയാണ് എൻ്റെ വിവരം എൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുള്ള നല്ല ബോധം. പിന്നെ ഞാൻ കുളിക്കാൻ പോവോ? വേറെ അടുത്ത് പോയി ഉളുപ്പില്ലാണ്ട്. അവിടെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയതിന് പിന്നിലില്ലേ വാശിയുടെ ചരിത്രമുണ്ട്. എൻ്റെ അച്ഛന് ചെയ്തത് നമ്മളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് അടി വാങ്ങുവാൻ നമുക്ക് തയ്യാറായിരുന്നു. ആ അടിയും നമുക്ക് ഒരു വിഷയമൊന്നുമില്ലായിരുന്നു. നിങ്ങളെ മക്കളെ നിങ്ങൾ തല്ലാതെ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു ഓവർസിയറുടെയും ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെയും മോനെയാണ് എക്സൈസർ വന്ന് പിടിച്ചതെന്ന്. നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞു ഇങ്ങനത്തെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അങ്ങനെ ഓൻ ചെയ്യൂല. അങ്ങനെ ഓവർസിയർ തങ്കു ഇന്നുവരെ ഒരു 10 പൈസ വാങ്ങിക്കില്ല. ഓൻ ലഹരി വസ്തു ഉപയോഗിക്കുന്ന എക്സൈസ് നിങ്ങളെ കാലും കൈ തച്ചോടിക്കണം എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. എക്സൈസർ വിട്ടില്ല. ആ വീട് മുഴുവൻ പരിശോധിച്ചു. ചെക്കൻ്റെ വീട് പരിശോധിച്ചപ്പോൾ ഈ തട്ടുമ്പലില്ലേ ഇങ്ങനെ അട്ടിക്ക് വെച്ചിക്കല്ലേ കണ്ട ടീച്ചർ ആദ്യം ബോധം കിട്ടും ഇടും. ആ പറഞ്ഞ നാട്ടുകാർ വിടും. അതുകൊണ്ട് നിങ്ങളെ മക്കൾ ഇനി ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടിൽപ്പാലത്ത് കുണ്ടുതോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ ലഹരിക്കെതിരെ ഒരു സംഗമം നടത്തിയിരുന്നു. എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയക്കാരും അമ്പലം എല്ലാം കൂടിയിട്ട്. അങ്ങനെ പ്രസംഗം തുടങ്ങുന്ന ഒരു വീട്ടിൻ്റെ മുമ്പിൽ നിന്നാണ് ഒരു 5-6 പോലീസ് വേണ്ടി വന്നിട്ട് ആ വീടങ്ങ് വളഞ്ഞി. അപ്പോൾ എല്ലാവരും പറഞ്ഞു പോലീസുകാർക്ക് വരാന്താ. ആ മഹാനായ മനുഷ്യൻ്റെ ഔദാര്യം കിട്ടാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ ഈ നാട്ടിൽ? അയാൾ ഗൾഫിൽ നിന്ന് ഇങ്ങനെ സമ്പാദിച്ചിട്ടില്ല. അയാൾ മാത്രം എടുത്തില്ല, നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്ത അയാൾ ദൈവമാണ് നാട്ടുകാർക്ക്. ആ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ വീടാ പോലീസുകാരൻ വളഞ്ഞത്. നാട്ടുകാർ പറഞ്ഞു പൊട്ടൻ കള്ളൻ, പോലീസ് എങ്ങനെയാണ് വളയുക? പക്ഷെ പോലീസ് വാതിൽ തച്ച് പൊളിച്ച് ഉള്ളിലേക്ക് കടന്നപ്പോൾ ആ നാട്ടുകാരും പോലീസും കണ്ട കാഴ്ച എന്നറിയോ?
ആ മഹാനായ ദൈവത്തിൻ്റെ മകൻ്റെ പുത്രൻ കോഴിക്കോട് സിറ്റിയിലുള്ളൊരു സുന്ദരി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ കട്ടുമ്മൽ ഉടുതുണിയില്ലാതെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. അറിയോ നിങ്ങൾ? ആ ചക്കനെ കിട്ടിയില്ല. പക്ഷെ ആ ബാപ്പയോട് വിളിച്ചു പറഞ്ഞു, ഓനെ കൊടുക്കണം നിങ്ങൾ പണി, എൻ്റെ മോനാന്നൊന്നും നോക്കണ്ട, തോന്നിയാസം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കണം പണി, ഓൻ അങ്ങനെ ഞാൻ പോറ്റിയത്, പക്ഷെ എന്നിട്ട് ഓനിത് ചെയ്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ മോനായിട്ട് ഞാൻ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആൾ വയനാട് നിന്ന് വിളിച്ചോട്ട് നോക്കുമ്പോൾ ഈ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് 5.5 ഗ്രാം MDMA കിട്ടിയത്. അതുകൊണ്ട് ബാപ്പ ആനപ്പുറത്താന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടികൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ഈ ലഹരി മാഫിയ പോലെ വേട്ടയാടും. അതുകൊണ്ട് സൂക്ഷിക്കണം നിങ്ങൾ. അതിനൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് നിങ്ങൾ ഓർമ്മിക്കണം. എന്ത് വന്നിട്ടാ? രണ്ടാമത് ക്യാൻസർ, മൂന്നാമത് ശ്വാസകോശ സംബന്ധമായ അസുഖം, സ്ട്രോക്ക്, അങ്ങനെയാണ് മരിക്കുന്നത്. നിങ്ങൾ മരിക്കൂല? നിങ്ങളിപ്പോൾ ഇതിലേത് വന്നിട്ടാണ് മരിക്കുക? സൂക്ഷിക്കണം. ക്യാൻസർ വരാതിരിക്കണമെങ്കിൽ കള്ളു കുടിച്ചാലാ പാട്ട് പാടൂ, കള്ളു കുടിച്ചാലാ നമ്മളെല്ലാം ഭയങ്കര പൈസ എല്ലാം ചോദിച്ചാൽ വേഗം വേഗം തരൂ. അപ്പം നമ്മക്കെല്ലാം ഇട്ടെന്താ പറഞ്ഞു? എന്താ ഇഷ്ടം ഉണ്ടാവുക? കള്ളു കുടിച്ചോന്നല്ലേ? കള്ളു കുടിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷിലെ ചോദ്യം ചോദിച്ചാൽ എന്തിന് വെറുതെ റിസ്ക്? ഇപ്പം നമ്മൾ പറഞ്ഞു കുടിച്ചോട്ടെ. പക്ഷെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ ലഹരിക്കെതിരെയുള്ളൊരു ക്ലാസ് നടന്നിരുന്നു. അവിടുന്ന് മാഷ് പറഞ്ഞു, നിങ്ങളെല്ലാം പഠിച്ചിട്ട് എന്താടാ കാര്യം? അപ്പോൾ എന്നോട് ചോദിച്ചു, കള്ളു കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ? ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ കുടിക്കും സാർ. ഞാൻ വിചാരിച്ചൊരു അഭിമാനമാണ്, കാരണം അച്ഛൻ കുടിക്കുമ്പോൾ സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഏത്? ചൊട്ടയിലെ ശീലം. മാഷ് പറഞ്ഞു, ഇനി പഠിച്ചിട്ടൊരു കാര്യമില്ല. അച്ഛനെ ഫോളോ ചെയ്തപ്പോൾ അച്ഛൻ കള്ളുകൂടി നിർത്തി. 82 വയസ്സ് വരെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മൂത്തൊരേട്ടനുണ്ട്, അടുത്തുനിന്ന് ഡാൻസ് കളിക്കണം. ശരിയാണോ തെറ്റാണോ? കല്യാണം കഴിക്കുമ്പോൾ അല്ല ഡാൻസ് കളിക്കേണ്ടത്. അത് പവിത്രമായൊരു നിമിഷമാണ്. ജീവിതത്തിൽ രണ്ടാളുകളെ ഒന്നിപ്പിക്കുന്ന ധന്യ നിമിഷത്തിലല്ല പാട്ടും പാടിയിട്ട് പടക്കാന്ന് പറഞ്ഞ് പടക്കം പൊട്ടിച്ചിട്ട് മനുഷ്യൻ്റെ മുഖത്തും വൃത്തികേടാക്കേണ്ടത്. അത് പുണ്യ ദിവസം, അത് ശരിയല്ലേ? അതുകൊണ്ട് ഇന്നു മുതൽ മക്കളെ കളിക്കാൻ അനുവദിക്കണം. ഭാര്യയ്ക്ക് കൈക്കോട്ട് വാങ്ങിക്കൊടുക്കണം, ചെടി വളർത്തട്ടെ. പശുവിന് ഏറ്റവും നല്ല പശു കേട്ടോ. പശു ഉണ്ടെങ്കിലില്ല ആ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളവിടെ പശു ഉണ്ടാ? ഇല്ല. പശുവുള്ള വീട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒന്നിനും ആർക്കും നേരെ ഉണ്ടാവില്ല. ഭർത്താവ് ഇടക്കിടക്ക് ചായ എന്നൊന്നും പറയൂല. കാരണം ചായ എന്ന് വെച്ചാൽ ഞങ്ങൾ പശുവിനെ അങ്ങ് കെട്ടിയേക്കെന്ന് പറയും. വേണ്ട, ഇപ്പം വേണ്ട, മെല്ലെ മതി എന്നൊരു. മനസ്സിലായില്ലേ? ഭാര്യക്കാണ് ഒന്നിനും നേരം, മൊബൈൽ ഫോണിൽ തോണ്ടും നേരം ഉണ്ടാവില്ല. ആല വൃത്തിയാക്കണം, പശുവിനെ മാറ്റി കെട്ടണോ, ഈ പുല്ല് വരിക്കാൻ പോകണോ, ഒരു തരി സമയം ഉണ്ടാവില്ല. ശരിയാണോ തെറ്റാണോ? പിന്നെ ഭാര്യയും ഭർത്താവും നല്ല കേട്ടോ, രണ്ടാകും പശുവിനെ അടിക്കാം, പശുവിനെ ചീത്ത. രണ്ടച്ഛനും അമ്മയിലില്ലേ, രണ്ടാളും പരസ്പരം അടി കൂടൂല്ലേ, പശുവിനെ ചീത്ത അറിയാം. ഇങ്ങനെ എന്തിനാ ജന്തു ജീവിച്ചത്, എനിക്ക് മരിച്ചോറോ എന്നെല്ലാം പറയുമ്പോൾ അമ്മ അറിയൂ ഇതെന്നെക്കുറിച്ച് തന്നെയാണ്. ഈ അന്താം വിട്ട പശുവിനെ കൊല്ലണേന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും എന്നെ തന്നെ. അങ്ങനെ രണ്ടുപേരും ദേശീയാട് അങ്ങനെ തീർന്നു. നല്ലതാണോ ചീത്തയാണോ? ആ പശു പോയിട്ട് TV വന്നതോടുകൂടിയാണ്, മൊബൈൽ ഫോൺ വന്നതോടുകൂടിയാണ് ഇവിടെ എല്ലാത്തിനും പ്രശ്നമായത്. ശരിയാണോ? അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? എൻഗേജ്ഡ് ആവുക. മക്കൾ പഠിക്കാൻ ഇട്ടുണ്ടോ? പിന്നെ ആയിട്ടുള്ള റൂമിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ ഇരിപ്പിക്കുന്നത്? ആയിട്ടുകൾ പഠിക്കൂല. ഫോണുണ്ടെങ്കിൽ അത് തോണ്ടും. അവിടെ തന്നെയാണ് നമ്മളെ വിഷയം. അപ്പോൾ മക്കളെ നിയന്ത്രിക്കാൻ, നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണം.